സുധീർ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതനുസരിച്ച് നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു, ഡോളറൈസേഷൻ, ഡോളറിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത് നമ്മളെ ഏതൊക്കെ വിധത്തിൽ ബാധിക്കുമെന്നുള്ളതും നമ്മൾ സംസാരിച്ചു. ഇനി എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ എവിടെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നതൊട്ട് കുറിച്ച് നേരത്തെ നമ്മൾ KGBയുടെ ഇടപെടൽ പറഞ്ഞിരുന്നു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മിക്കപ്പോഴും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. CIA ഇടപെടൽ, അല്ലെങ്കിൽ CIA ലോകമാസകലമുള്ള ആ ഒരു CIAയുടെ ഇടപെടൽ, അവരുടെ രാജ്യത്തിന് വേണ്ടി ആഗോള നയതന്ത്ര തലത്തിൽ നടത്തുന്ന പല സ്വാധീനങ്ങൾ, അട്ടിമറികൾ, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മളാരും സാധാരണ മനുഷ്യർ കാണാത്ത രീതിയിലുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ. ആ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതിൽ ആദ്യം ഒരു ചെറിയൊരു കറക്ഷനാണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഡീപ് സ്റ്റേറ്റ് മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിലൊരു ചെറിയ പെശകുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആൾക്കാർ ഒരു ചെറിയ കറക്ക കമ്പനിയാണ്. അവർക്ക് അമേരിക്കയോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവർ അമേരിക്കയിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. നാളെ അമേരിക്ക ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് ഇതേ പണി തുടരും. സോ അതുകൊണ്ടാണ് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് മൂല്യശോഷണം സംഭവിച്ചിട്ടുള്ള ഡോളർ കാരണം അമേരിക്കൻ യുവത്വം 2ഉം 3ഉം ജോബുകൾ ചെയ്തിട്ടും അടവുകൾ മുട്ടിപ്പോവാതെ, മീൻസ് EMI ഒന്നും അടച്ചു തരാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത്. നമ്മൾ ചുമ്മാ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഇവരെല്ലാവരും കരയുവാണ്. 2ഉം 3ഉം ജോബുകൾക്ക് പുറമെ വീക്കെൻഡ് ജോബുകൾ വേറെ ചെയ്യുന്നു, എന്നിട്ടും ഇവർക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ താല്പര്യം മാത്രമാണ്. അല്ലാതെ അമേരിക്കയുടെ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പരിമിതികളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ സിനിമകളിൽ, ഇംഗ്ലീഷ് സിനിമകൾ പലപ്പോഴും കാണുന്നത് പോലെ പലപ്പോഴും ഒരു പ്രത്യേക വിഭാഗം ഈ ഒരു കാര്യങ്ങൾ നടത്തുക എന്നുള്ള പല അമേരിക്കൻ സിനിമകളും അങ്ങനെ തന്നെ. അതായത് സ്റ്റേറ്റിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചില ഗൂഢസംഘങ്ങൾ, വളരെ കുറച്ച് പേരടങ്ങുന്ന ഒരു ഗൂഢസംഘങ്ങളെ പറ്റിയുള്ള പല സിനിമകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ CIA വരുതിയിലാക്കിക്കൊണ്ട് ഒക്കെ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വരുതിയിലാക്കിക്കൊണ്ട് ചെയ്യുന്ന, അല്ലേ, അങ്ങനെ ഒരു സിനിമകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അതാണോ, ആ രീതിയിലാണോ പറഞ്ഞു വരുമ്പോൾ? ഏറെക്കുറെ അങ്ങനെയാണെന്ന് കരുതേണ്ടി വരും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡിൽ, ഡീപ് സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എന്ന് വെച്ചാൽ JD റോക്കഫെല്ലറിനെ പറ്റി പറഞ്ഞിരുന്നു. അതെ, അദ്ദേഹം ആണ് ഇവിടുത്തെ സോവിയറ്റ് യൂണിയനിലെ ബോൾഷെവിക് റെവല്യൂഷൻ്റെ ഫണ്ടിങ്ങും റെവല്യൂഷന് ശേഷമുള്ള അവിടുത്തെ ഒരുപാട് ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങൾക്കൊക്കെ വികസന വിപ്ലവത്തിൻ്റെ ഫണ്ടിങ് ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. ഇതേ JD റോക്കഫെല്ലറാണ് CIA ഫോം ചെയ്യാൻ ആദ്യത്തെ സീഡ് ഫണ്ട് കൊടുക്കുന്നതെന്നും ആ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതെ, തീർച്ചയായിട്ടും. അതേ JD റോക്കഫെല്ലറാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള സാം പിട്രോഡയുടെ ഒരു പ്രധാന ഫണ്ടറെന്നും പറഞ്ഞിരുന്നു. സോ ഈ JD റോക്കഫെല്ലർ CIA ഉണ്ടാവുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. CIA ഉണ്ടായി കഴിഞ്ഞു എന്നുണ്ടെങ്കിലും റോക്കഫെല്ലറിൻ്റെ അനന്തരാവകാശികൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തുടരും. സോ CIA അല്ലെങ്കിൽ ഡോളർ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് വെറും ടൂളാണ്. ഇനി ഇന്ത്യയിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ, ഈ CIA എന്ന് പറയുന്ന സംഭവം ഫോം ചെയ്യുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ടാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് 15, 1947 അതേ 1947 സെപ്റ്റംബർ 17 CIA ഫോം ചെയ്യുന്നത്. CIA ഫോം ചെയ്യുമ്പോൾ തന്നെ ഒരുമാതിരി എല്ലാവർക്കും അറിയാം. എന്താണെന്ന് വെച്ചാൽ ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പല ഇൻഡെക്സുകൾ വരുന്നുണ്ടല്ലോ, റാങ്കിങ്ങുകൾ. ഓരോ രാജ്യങ്ങളും ഇപ്പം എന്താ പറയുക, വിശപ്പിൻ്റെ ഇൻഡെക്സ്, സന്തോഷ സൂചിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ഒരുപാട് ഇൻഡെക്സുകൾക്ക് ഫണ്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഫൗണ്ടേഷനാണ് ഫോർഡ് ഫൗണ്ടേഷൻ. ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പം ഫോർഡ് മോട്ടോർ കമ്പനി, കാറുണ്ടാക്കുന്ന കമ്പനിയുടെ ഓണർഷിപ്പിലുള്ള ഫൗണ്ടേഷനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അവരാണ് തുടങ്ങിയത്. പക്ഷേ അധികം വൈകാതെ അവരുടെ കയ്യിൽ നിന്ന് അത് പോയായിരുന്നു. എന്നിട്ട് ഫോർഡ് മോട്ടോർ കമ്പനി അവരുടേതായിട്ടുള്ള വേറെ NGO തുടങ്ങി. ഇപ്പോൾ ഈ ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നമ്മൾ കേൾക്കുന്ന ഈ സംഭവം നടത്തുന്നത് ഫോർഡ് മോട്ടോർ കമ്പനി അല്ല. സോ ഈ CIAയുടെ മറ്റ് പല രാജ്യങ്ങളിലുള്ള ഇടപെടലുകൾക്ക് വേണ്ട ഫണ്ടിങ് റൂട്ട് ചെയ്യുന്നത് മിക്കവാറും ഫോർഡ് ഫൗണ്ടേഷൻ വഴിയായിരിക്കും. ഈ ഫോർഡ് ഫൗണ്ടേഷനെ നമ്മൾ അങ്ങോട്ട് പോയി വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. പഴയ നെഹ്റു ഗവൺമെൻറ് ഫോർഡ് ഫൗണ്ടേഷനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഡൽഹിയിൽ സ്ഥലം കൊടുത്ത് കുടിയിരുത്തുകയാണ് ചെയ്തത്.
ആ സമയത്ത് CIA ഓപ്പറേഷൻസ് വളരെ ആക്റ്റീവായിട്ട് ഇവിടെ നടന്നിരുന്നു. KGB ഒക്കെ അതിന് വളരെ ശേഷമാണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വികസനം അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തുള്ള വലിയ ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് തടയിടുക എന്നുള്ളതായിരുന്നു. ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് തടയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജ്യം വികസിക്കാതിരിക്കും. അവർക്ക് ഇവിടുത്തെ റിസോഴ്സസ് പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് അവരുടെ പരിധിയിൽ വരുത്തുകയും ചെയ്യാം. ഇതായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്. അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ പിന്നീടും കാണാൻ കഴിയും. ഈവൻ KGB വന്നതിന് ശേഷവും ഇത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശാസ്ത്ര മേഖലയിലെ ചില ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ അപകടങ്ങളിൽ മരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം ഹോമി ജെ ഭാഭ ആയാലും വിക്രം സാരാഭായി ആയാലും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ള ഇടപെടൽ കാരണമാണെന്ന് നമുക്ക് കരുതാമോ എന്നല്ല, ഏറെക്കുറെ തീർച്ചപ്പെടുത്താം. എന്താണെന്ന് വെച്ചാൽ CIA ഓപ്പറേറ്റീവ് തന്നെ ഈ കാര്യങ്ങൾ ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു ടെലിഫോണിക് ഡിസ്കഷൻ ഇപ്പോഴല്ല 90കളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇവരുടെയൊക്കെ തന്നെ ഇടപെടൽ കൊണ്ടായിരിക്കാം ഇതൊന്നും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം പറഞ്ഞല്ലോ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തകർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. അത് വെറുതെ ഒരുപാടെന്ന് പറഞ്ഞാൽ പോരാ. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 2016 മുതൽ അങ്ങ് പുറകിലോട്ട് ഒരു 15 വർഷം എടുത്തു കഴിഞ്ഞാൽ ISROയിൽ മാത്രം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 684 ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ടതാണെന്ന് നമ്മൾ ഊഹിക്കുന്നതാണ്. മരിച്ചു. അതെ, ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടെത്തി. 684 പേരെന്ന് പറഞ്ഞ ഒരു വർഷം ഏകദേശം 10-45 പേരാണ്. അപ്പം ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം എത്ര വലുതാണ്, രാജ്യത്തിനുണ്ടായിട്ടുള്ള നഷ്ടം എത്ര വലുതാണ്. അതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. ഇത് സത്യമാണോ? അത് ഇത്രയ്ക്കും പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഒരു മീഡിയ റിപ്പോർട്ടാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അതെ, ഇതുപോലെ തന്നെയാണ് താങ്കൾ പറഞ്ഞ ഹോമി ജെ ഭാഭയുടെയും വിക്രം സാരാഭായുടെ കേസ് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. അതെ, 52 വയസ്സോ മറ്റോ ഉണ്ട്. തീർച്ചയായിട്ടും അത്രേ ഉണ്ടായിരുന്നു. വളരെ ഹെൽത്തി ആയിരുന്നു. അതെ, തലേന്ന് കിടക്കാൻ പോകുമ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിരുന്നു. പുള്ളിക്ക് ഈ വലിക്കോ കുടിക്കോ അങ്ങനെയുള്ള ദുശ്ശീലങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ മരണപ്പെട്ടതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇതുപോലെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവമായിട്ട് പോലും ഒരു പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ ക്രിമേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 684 പേരുടെ കേസിലും എന്തെങ്കിലും ഈ പോസ്റ്റ്മോർട്ടമോ കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ എല്ലാം ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. പക്ഷെ അത്രയും വലിയൊരു സംഖ്യ എന്ന് പറയുന്നത് ഒരു ഞെട്ടിക്കുന്നതാണ്. അതെ, ഇതിൽ ഒരുപാട് മരണങ്ങൾക്ക് സമാനതകളുണ്ട്. ചിലരെ ഒരേ കാട്ടിൽ മരണപ്പെട്ട പോലെ കാണുന്നു, ചിലരെ ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ മരണപ്പെട്ട പോലെ കാണുന്നു. അങ്ങനെ ഒരുപാട് സമാനതകളുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിൽ പലതും ഇവർ CIA തന്നെയാണ് ചെയ്തത് എന്ന് CIA ഒരു ഓപ്പറേറ്റീവ് തുറന്ന് പറയുന്ന ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നെന്ന് പറഞ്ഞല്ലോ. അതെ, ആരുമായിട്ടുള്ളതായിരുന്നു അത് റോബർട്ട് ട്രംബൽ ക്രൗളി എന്ന് പറയുന്ന ഒരു ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ ഡിവിഷനിലെ ഒരു ഏജൻ്റാണ്. അദ്ദേഹം ഗ്രിഗറി ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തനമായിട്ട് നടത്തുന്നൊരു ടെലിഫോണിക് സംഭാഷണമാണ്. അതിൽ അദ്ദേഹം ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഹോമി ജെ ഭാഭയെ തീർത്തത് ഞങ്ങളാണ്. മാത്രമല്ല ഹോമി ജെ ഭാഭയ്ക്ക് കരുത്തെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരുന്ന ശാസ്ത്രിയെ തീർത്തത് ഞങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് വായിക്കാം. തീർച്ചയായിട്ടും. ക്രൗളി പറയുവാണ്, വി ഹാഡ് ട്രബിൾ വിത്ത് ഇന്ത്യ ബാക്ക് ഇൻ the 60s when they got appetite and started work on an atomic bomb. Loud mouth cow lovers, പശുവിനെ ശേഷിക്കുന്നവർ. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലായി. ബ്രാഗിങ് അബൌട്ട് ഹൗ ക്ലെവർ ദേ വർ ആൻഡ് ഹൗ ദേ ടു വർ ഗോയിങ് ടു ബി എ ഗ്രേറ്റ് പവർ ഇൻ ദ വേൾഡ്. ഇവർ വലിയ വീരവാദം പറയുന്നു, ശക്തിയാകാൻ ഒരുങ്ങുന്നു, ഈ വലിയ ശക്തിയാവാൻ പോകുന്നു എന്ന് വീരവാദം പറയുന്നു. ദ തിങ് ഈസ് ദേ വർ ഗെറ്റിംഗ് ഇൻ ടു ബെഡ് വിത്ത് റഷ്യൻസുമായിട്ട്
ചങ്ങാത്തം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് പാകിസ്ഥാൻ വാസ് ഇൻ ബെഡ് വിത്ത് ചിങ്സ് എന്ന് വെച്ചാൽ പാകിസ്ഥാന് ചൈനക്കാരുമായിട്ട് അതെ, ഇടപാടുണ്ടായിരുന്നു. സോ ഇന്ത്യ ഹാഡ് ടു ഫൈൻഡ് അനദർ ബെഡ് പാർട്ട്ണർ. ഇന്ത്യക്ക് വേറൊരു പാർട്ട്ണർ വേണമായിരുന്നു. അതുകൊണ്ട് റഷ്യൻസിൻ്റെ കൂടെ കൂടി. ആൻഡ് വി ഡിഡ് നോട്ട് വാണ്ട് ദം ടു ഹാവ് എനി കൈൻഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺറി ബിക്കോസ് ഗോഡ് നോസ് വാട്ട് ദേ വുഡ് ഹാവ് ഡൺ വിത്ത് ഇറ്റ്. ഇവർക്ക് ഒരു കാരണവശാലും ആറ്റമിക് ബോംബോ അതുപോലെയുള്ള ന്യൂക്ലിയർ വെപ്പൺസോ ഉണ്ടാവരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ അതുകൊണ്ട് എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. പ്രോബബ്ലി സ്ട്രട്ട് ദ സ്റ്റഫ് ലൈക്ക് വാഷിങ്ടൺ നിഗർ. യൂസേജ് നോക്കണം. പ്രോബബ്ലി സ്ട്രട്ട് ദയർ സ്റ്റഫ് ലൈക്ക് എ വാഷിങ്ടൺ നിഗർ വിത്ത് എ ബ്രാസ് വാച്ച്. എന്ന് വെച്ചാൽ വാഷിങ്ടണിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ, ഒരു നീഗ്രോ വില കൂടിയ ബ്രാസ് വാച്ച് കെട്ടി നടക്കുന്ന പോലെ ഇവനൊക്കെ നടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അതെ അതെ. they would probably nuke the പാകിസ്ഥാനിൽ ബോംബിട്ടെന്ന് വരും. they are all bunch of neocons anyway. neocons എന്ന് പറഞ്ഞാൽ നിയോ കൺസർവേറ്റീവ്സ് anyway. Oh yes, and their head expert was fully capable of building a bomb and we knew just what he was up to. ഇതിൻ്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ഹോമി ജെ ബാബ അദ്ദേഹം ഈ സാധനം ഉണ്ടാക്കാൻ കേപ്പബിൾ ആണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അദ്ദേഹം അതിന് തുനിഞ്ഞ് ഇറങ്ങിയിരിക്കാമെന്ന് നമുക്കറിയാമായിരുന്നു. ഹി വാസ് വാണ്ട് സെവറൽ ടൈംസ് ബട്ട് വാട്ട് ആൻ അറഗന്റ് പ്രിക്ക് ദാറ്റ് വൺ വാസ്. പുള്ളിയെ കുറേ പ്രാവശ്യം നമ്മൾ വാൺ ചെയ്തിരുന്നു, പക്ഷേ അങ്ങനെ ഭയങ്കര അറഗന്റ് ആയിരുന്നു. അതെ, സ്റ്റബോൺ ആയിരുന്നു, അത് കേട്ടില്ല. അതെ, മാത്രമല്ല ടോൾഡ് അവർ പീപ്പിൾ ടു ഓക്കെ and then made it clear that no one would stop him and India from getting nuclear parity with the big boys. എന്ന് വെച്ചാൽ ഈ പറയുന്ന വലിയ ആഗോള ശക്തികളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ആണവശക്തിയായി ഇന്ത്യയെ മാറ്റുന്നതിൽ നിന്നും പുള്ളിയെ ആർക്കും പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഈ താക്കീത് കൊടുക്കാൻ വിട്ടവരെ തിരിച്ചു വിട്ടു. Loudmouths bringing it all down on themselves. Do you know about any of this? പത്രപ്രവർത്തകനോട് ചോദിക്കുകയാണ്. അപ്പോൾ പത്രപ്രവർത്തകൻ പറയാണ്, നോട്ട് മൈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓർ എക്സ്പെർട്ടൈസ്. ഹൂസ് ദിസ് ജോക്കർ എനിവേ? അപ്പോൾ അതിന് ക്രൗളി മറുപടി പറയാണ്, നോട്ട് ഈസ് ഗ്രിഗറി, വാസ്. പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. ഇഫ് യു പ്ലീസ്, നെയിം വാസ് ഹോമി ബാബ. ദാറ്റ് വൺ വാസ് ഡേഞ്ചറസ്, ബിലീവ് മീ. ഹി ഹാഡ് ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ്. നിർഭാഗ്യകരമായിട്ടുള്ള, ഒന്നും അറിയാൻ പോലെ പറയുവാണ്, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഹി വാസ് ഫ്ലൈയിങ് ടു വിയന്ന ടു സ്റ്റിർ അപ്പ് മോർ ട്രബിൾ. വിയന്നയിലേക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുമായിരുന്നു. വെൻ ഹിസ് 707 had a bomb go off in the cargo hold and they all came down on a high mountain way up in the Alps. When his 707 had a bomb, എന്ന് വെച്ചാൽ 707 എന്ന് പറഞ്ഞാൽ ബോയിങ് 707 ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആണ്. അതിൻ്റെ കാർഗോയിൽ ബോംബ് പൊട്ടിയിട്ട് തകർന്നു വീണു. ആൽപ്സ് പർവ്വതനിരകളിലാണ് തകർന്നു വീഴുന്നത്. മോൺ ബ്ലാക്ക് എന്ന് പറയുന്ന കൊടുമുടിയിലാണ് വീഴുന്നത്. നോ റിയൽ എവിഡൻസ് ആൻഡ് ദ വേൾഡ് വാസ് മച്ച് സേഫർ. ഒരു തെളിവുമില്ല, ലോകം കുറേ കൂടെ സുരക്ഷിതമായി. ഇതിന് ഈ പത്രപ്രവർത്തകൻ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്, വാസ് എൽ എം ബാബ, ഹി വാസ് ആക്ച്വലി റെഫറിങ് ടു ഹോമി ബാബ, വാസ് ഹോമി ബാബ എലോൺ ഇൻ ദ പ്ലെയിൻ? അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ക്രൗളി പറയാണ്, നോ, ഇറ്റ് വാസ് എ കൊമേഴ്ഷ്യൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ്, വേറെയും ആൾക്കാരുണ്ടായിരുന്നു. പത്രപ്രവർത്തകൻ ചോദിക്കുന്നു, ഹൗ മെനി പീപ്പിൾ വെൻ ഡൗൺ വിത്ത് ഹിം? ക്രൗളി, ഹൂ നോസ് ആൻഡ് ഫ്രാങ്ക്ലി ഹൂ കെയർസ്? വീണ്ടും ചോദിക്കുന്നു, ഐ സപ്പോസ് ഇഫ് ഐ ഹാഡ് എ റിലേറ്റീവ് ഓൺ ദ ഫ്ലൈറ്റ് ഐ വുഡ് ഹാവ് കെയർഡ്. എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും അതിലുണ്ടായിരുന്നോ? ഇല്ല, പിന്നെ അതിനെപ്പറ്റി സംസാരിക്കണ്ട. വീണ്ടും ക്രൗളി പറയാണ്, വി കുഡ് ഹാവ് ബ്ലോൺ ഇറ്റ് അപ്പ് ഓവർ വിയന്ന ബട്ട് വി ഡിസൈഡഡ് ദ ഹൈ മൗണ്ടൻസ് വിച്ച് were much better for the bits and pieces to come down. I think a possible death of 1 or 2 mountain goats is much preferable than bringing down a huge plane right over a big city. വേണമെങ്കിൽ വിയന്നയുടെ മുകളിൽ വെച്ച് തന്നെ പൊട്ടിക്കാം, എന്നാലും അതിനേക്കാൾ ഭേദം
മലയുടെ മുകളിൽ മേഞ്ഞ് നടക്കുന്ന 2 ആടുകൾ ചാവുന്നതാണ്. സോ വീണ്ടും ഇദ്ദേഹം ചോദിക്കുകയാണ്, നൗ ഇറ്റ്സ് നോട്ട് ആൻ ഒബ്സർവേഷൻ ദാറ്റ് ഇസ് അൺഎക്സ്പെക്റ്റഡ്. വൈ നോട്ട് സെൻഡ് ഹിം എ ബോക്സ് ഓഫ് പോയ്സൺ ക്യാൻഡി, ഷൂട്ട് ഹിം ഇൻ ദ സ്ട്രീറ്റ്, blow up his car? I mean, why is a whole plane full of people? വിഷം ചേർത്തിട്ടുള്ള വല്ലതും കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്ട്രീറ്റിൽ വെച്ചൊരു ഏജൻറ്റിനെ കൊണ്ട് ഷൂട്ട് ചെയ്താൽ മതി. ഇത്രയും പേരെ എന്തിനാണ് കൊല്ലിച്ചത്? അതെ. അപ്പോൾ അതിന് ക്രൗഡ്ലി പറയാണ്, വെൽ ഐ കോൾ ഇറ്റ് ആസ് ഐ സീ ഇറ്റ്. അറ്റ് ദ ടൈം ഇറ്റ് വാസ് അവർ ബെസ്റ്റ് ഷോട്ട്. അന്ന് ഇവനെ കൈ കിട്ടിയത് ഇങ്ങനെയാണ്, അപ്പം ഇങ്ങനെ തീർത്തു. ആൻഡ് വി നെയിൽഡ് ഇറ്റ്. And we nailed Shastri as well. Another cow-loving raghead. Grigory, you say you don't know about these people. Believe me, they were close to getting a bomb. And so what if they nuked their deadly Paki enemies? മനസ്സിലായി. So what? Too many people in both countries. അങ്ങനെ അവർ ചെയ്തു എന്നുണ്ടെന്ന് വെച്ചാൽ 2 രാജ്യത്തും എത്ര പേര് മരിക്കും? അതിലും ഭേദം ഈ പ്ലെയിനിലുള്ളവരൊക്കെ പോകുന്നതാണ്. And you know these people, they breed like rabbits and full of snake worshipping twits. I don't for the life of me see what the Brits wanted in India. ഈ ബ്രിട്ടീഷുകാർ ഇത്ര കൊല്ലം ഈ രാജ്യത്ത് കിടന്ന് എന്തിനാണ് ഈ കഷ്ടപ്പെട്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുള്ളൊരു ഗുണമൊന്നും ആ രാജ്യത്തോ ആ രാജ്യക്കാർക്കോ ഇല്ല. പാമ്പിനെ ആരാധിക്കുന്നവരുടെ രാജ്യം. അതെ, അങ്ങനെയല്ലേ പറഞ്ഞു? അതെ. അത് കഴിഞ്ഞ് പറയാണ്, ആൻഡ് then they threaten us. ഇതൊന്നും പോരാഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. ഹോമി ജെ ബാബു പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. അതെ. They were in sack with Russians, I told you. Maybe they could nuke the Panama Canal or Los Angeles. പിന്നെ കാട് കയറുകയാണ്. റഷ്യൻസായിട്ട് ഒരു അലയൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരുമായി ചേർന്നിട്ട് പനാമ കനാലോ ലോസ് ആഞ്ചലസോ ഒക്കെ ബോംബിടില്ല എന്ന് എന്തോ ഉറപ്പ്? We don't know that for sure, but it's not impossible. അപ്പോൾ ഗ്രിഗറി ചോദിക്കുകയാണ്, ഹു വാസ് ശാസ്ത്രി? അതിന് ക്രൗളി മറുപടി പറയുന്നുണ്ട്, എ പൊളിറ്റിക്കൽ ടൈപ്പ് ഹു സ്റ്റാർട്ടഡ് ദ പ്രോഗ്രാം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഈ ആറ്റമിക് ബോംബിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് പുള്ളിയാണ്. ബാബ വാസ് എ ജീനിയസ് ആൻഡ് ഹി കുഡ് ഗെറ്റ് തിങ്സ് ഡൺ, സോ വി ഏസ്ഡ് ബോത്ത് ഓഫ് ദെം ആൻഡ് വി ലെറ്റ് സർട്ടൻ പീപ്പിൾ ദർ നോ that there was more where that came from. കുറച്ച് പേരെ നമ്മൾ പ്രശ്നമുണ്ട് ഒതുങ്ങിയിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. വി ഷുഡ് ഹാവ് ഹിറ്റ് ദ ചിങ്സ് ഓൾസോ. ചൈനക്കാരെയും അടിക്കണമായിരുന്നു. ആൻഡ് വി വർ അറ്റ് ഇറ്റ്. നമുക്കതിന് പദ്ധതി ഉണ്ടായിരുന്നു. ബട്ട് ദേ വർ എ ടഫർ ടാർജറ്റ്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ഈസിയർ ടാർജറ്റ് ആയിരുന്നു. ആൻഡ് യു നോ, ഇന്ത്യ വാസ് ക്വൈറ്റർ ആഫ്റ്റർ ബാബ ക്രോക്ഡ്. ബാബ അവസാനിച്ചോട് കൂടിയിട്ട് ഇന്ത്യയുടെ ആ ദിശയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിന്നു. വേർ ഓൾ ദ പാസഞ്ചേഴ്സ് ഇന്ത്യൻ ആറ്റമിക് സയൻറ്റിസ്റ്റ്. ഈ എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പാസഞ്ചേഴ്സൊക്കെ ആറ്റമിക് സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഹു കെയർസ് ഗ്രിഗറി? വി ഗോട്ട് ദ മെയിൻ മാൻ ആൻഡ് ദാറ്റ് വാസ് ഓൾ ദാറ്റ് മാറ്റേർഡ്. അത്രേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പുറത്തു വന്നു എന്ന് പറയുന്ന ഡിസ്കഷൻ. അപ്പോൾ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് പ്രകാരം ഈ 2 അസാസിനേഷൻസ് നടന്നു എന്നുള്ളത്. ഇത് ഏതാനും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പം ചില വാർത്തകളൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലാണെങ്കിൽ പോലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണണമെന്നില്ല. ചിലതൊക്കെ സപ്രസ് ചെയ്യും. അൽഗരിതത്തിൻ്റെ കളി അങ്ങനെയാണ്. അപ്പോൾ ഇതായിരുന്നു CIA ഓപ്പറേഷൻസ് മുമ്പുണ്ടായിരുന്നത്. ഈ പറഞ്ഞ ഓപ്പറേഷൻ KGB സ്ട്രോങ് ഹോൾഡ് ആവുന്നതിന് കുറച്ച് മുമ്പ് നടന്നിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ KGB ഓപ്പറേഷൻസ് നടക്കുന്നതിന് സൈഡ് ബൈ സൈഡ് നടന്നിട്ടുള്ളതാണെങ്കിൽ, ആദ്യം പറഞ്ഞിട്ടുള്ള 684 ശാസ്ത്രജ്ഞരുടെ മരണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നടന്നതാണ്. പക്ഷേ ഒരു 2016-17 ശേഷം സ്വിച്ച് ഇട്ട പോലെ അത് നിന്നിട്ടുണ്ട്. ഇപ്പം അതുപോലുള്ള വാർത്തകൾ കേൾക്കുന്നില്ല. അതെ, അതെന്തുകൊണ്ടായിരിക്കും? തീർച്ചയായും
ഭരണതലത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടാവണം. ഇതിനു വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അവരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള നടപടികളില്ലാതെ ഇത് നിൽക്കില്ല. മാത്രമല്ല, എന്ന് വെച്ച് ഇപ്പം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ CIA ഇടപെടൽ ഇന്ത്യയിൽ അവസാനിച്ചിട്ടുമില്ല. പല അമേരിക്കൻ ഏജൻസികൾ വഴി ഇപ്പോഴും ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എന്താ ആൻറ്റി ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ എന്നോ മറ്റോ പറഞ്ഞിട്ട് ഇവർ US എംബസികൾ വഴി ഒരുപാട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഹൈദരാബാദ്, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, പിന്നെ ഏതോ 1-2 സ്ഥലങ്ങളിലും കൂടെ. അതുപോലെ ഒരുപാട് ഇടപെടലുകൾ ഈ US എംബസികൾ വഴി നേരിട്ട് തന്നെ നടത്തുന്നുണ്ട്. പിന്നെ ഈ വളഞ്ഞ വഴി കൂടെ ഫോർഡ് ഫൗണ്ടേഷൻ വഴിയും അതുപോലെ മറ്റു പല ഫൗണ്ടേഷനുകൾ വഴിയും ഈവൻ ജോർജ് സോറോസ് വഴിയും ഒക്കെ നടത്തുന്ന ഇടപെടലുകൾ വേറെയുണ്ട്. സോ ഇവരുടെ ഇടപെടലുകൾ ഇപ്പോൾ പഴയ പോലെ എന്താ പറയുക, അത്രയും ഡേഞ്ചറസ് അല്ല. പക്ഷേ ഇവർ ശ്രമിക്കുന്നുണ്ട്. കുറേ കൂടെ. എനിക്ക് തോന്നുന്നത് ഈ ശക്തമായൊരു സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, ഇതൊരു നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു സർക്കാർ. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകൾക്ക് അങ്ങനെ പൂർണ്ണമായി ഇല്ലെന്ന് ഒന്നുമല്ല പറയുന്നത്, അങ്ങനെ നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷേ ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ പൊതുവായി എല്ലായിടത്തും ഒരു ഇടപെടാൻ സാധിക്കുന്ന രീതിയിൽ ശക്തമായി ഇടപെട്ടിരുന്നൊരു സർക്കാർ നേരത്തെ ഉണ്ടായിരുന്നില്ലെന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ ആരുടെയൊക്കെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഒരു പ്രവർത്തനത്തിൽ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത് നിൽക്കാൻ കാരണമായത്. തീർച്ചയായും ഈ ഒരു വിഷയം ഒരു പ്രയോറിറ്റിയായി എടുത്തിരിക്കണം. അല്ലാതെ എന്ന് വെച്ചാൽ വെറുതെ ഒരു സർക്കാർ മാറിയതുകൊണ്ടോ ആ സർക്കാരിനൊരു ദേശീയ സ്വഭാവം ഉണ്ടായതുകൊണ്ടോ മാത്രം നിൽക്കണമെന്നില്ല. ഇതൊരു പ്രയോറിറ്റിയായി എടുത്തുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇനി ആവർത്തിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ഒരു മിഷൻ ആയി ഏറ്റെടുത്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കണം. അല്ലാതെ അത് നിൽക്കില്ല. അപ്പോൾ ഭാവിയിലേക്ക് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കൽ എളുപ്പമല്ല. പ്രധാനമായിട്ടും നയതന്ത്ര ബന്ധങ്ങളായിട്ട് ആഗോള നയതന്ത്രമായിപ്പോട്ടെ ഏതായാലും പവറിൻ്റെ ഒരു കളിയാണ്. അല്ലെങ്കിൽ പവർ പ്ലസ് ഈ ആസൂത്രണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രൊപ്പഗണ്ട, ഇതിൻ്റെയൊക്കെ ഒരു കളി ഭാവിയിലും ഉണ്ടാവും. പക്ഷേ എത്രത്തോളം നേർപ്പിക്കാൻ കഴിയുമോ, എത്രത്തോളം നമ്മളെ ബാധിക്കാതെ നോക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ടാകുന്നത്, ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും അടുത്തൊരു ചോദ്യം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം പറയാൻ കഴിയുമെന്നുള്ളതൊരു പ്രശ്നമാണ്. നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു കാര്യം. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് ഭാവിയിൽ ആലോചിക്കാം. ചെറിയ പോയിന്റ് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇപ്പോൾ താങ്കൾ ചോദിച്ചത് ഇന്ത്യ ഈ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ, ഒറ്റ പോയിന്റേ പറയുന്നുള്ളൂ. ഒരു ഖാലിസ്ഥാനി ടെററിസ്റ്റിൻ്റെ ഒരു ഇൻസിഡൻറ്റ് US പുള്ളിയുടെ ഫുൾ നെയിം എന്താ, പന്നൂൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ മനസ്സിലായല്ലോ? മനസ്സിലായി. പുള്ളിക്കെതിരെ ഒരു അസാസിനേഷൻ ശ്രമം US വെച്ച് നടന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു ഇൻസിഡന്റ് മാത്രം നോക്കിയാൽ ഒരു നിഖിൽ ഗുപ്തയെ അറസ്റ്റ് ചെയ്യുകയോ മറ്റൊരു നിഖിൽ ഗുപ്തയുടെ പേരിൽ നിന്ന് അങ്ങനെ ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതെ, പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അജ്ഞാതർ പ്രവർത്തിക്കുന്നു. അതെ, ഇത്രയൊക്കെ നോക്കിയാൽ മതി. അതിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ആയാലും അവരുടെ ഇൻട്രസ്റ്റ് അവർക്ക് നിലനിൽക്കണമല്ലോ. എന്തൊക്കെ ആഗോള ഇത് പറഞ്ഞാലും വിശ്വപൗരത്വം പറഞ്ഞാലും അവനവൻ്റെ നിലനിൽപ്പ് പ്രധാനമാണല്ലോ. അപ്പോൾ ഇന്ത്യയും അത് നോക്കിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കേട്ടിരുന്നില്ല. അതെ, പലപ്പോഴും അതിനുള്ള സാധ്യതകൾ പോലും തടയപ്പെട്ടിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു റോയുടെ പ്രവർത്തനം പോലും മന്ദീഭവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ചില സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റോ ഏജന്റുകളുടെ പേരുകൾ അതാത് രാജ്യങ്ങളിലെ മീൻസ് ആർക്ക് എതിരെയോ അല്ലെങ്കിൽ ആരെപ്പറ്റി വിവരം ശേഖരിക്കാനാണോ റോ ഏജന്റുമാർ പോയിട്ടുള്ളത്, ആ സംഘടനകൾക്ക് ആ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന റോ ഏജന്റുമാരുടെ ഡീറ്റെയിൽ ചോർത്തി കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ വരെ ഉണ്ട്. അതെ, ആ റോ ഏജന്റുമാർ മുഴുവനും ഒന്നൊഴിയാതെ കൊല്ലപ്പെടുകയും ചെയ്തു. അതെ, അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ ആ ഒരു സംഭാഷണത്തിൽ പറഞ്ഞ പോലെ ഈ കൗലവേഴ്സ് അല്ലെങ്കിൽ സ്നേക്ക് പാമ്പുകളെ ആരാധിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളോടുകൂടി ഇന്ത്യയെ കണ്ടിരുന്നവർക്ക് കാര്യങ്ങൾ മാറി തുടങ്ങിയെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് സാരം. അതെ, തീർച്ചയായിട്ടും. നമുക്കെന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.